ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മലയാളത്തിലും അല്ലെങ്കിൽ അതർ ലാംഗ്വേജിലും എന്നെ തേടി വരും. അതിനുള്ള ഒരു ഒരു പെർഫോമൻസ് എനിക്ക് ഈ അനന്തൻകാടിലൂടെ ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇത്രയും വലിയൊരു ക്രൂവിനൊപ്പം ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഒരു സിനിമ ഒരുപക്ഷെ എൻ്റെ ആദ്യമായിട്ടായിരിക്കും. കാരണം അങ്കമാലി ഡയറീസ് തൊട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് ബേസിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു ക്യാൻവാസ് മൂവി എന്ന് പറയുന്നത് അനന്തൻകാട് തന്നെയായിരിക്കും. എല്ലാ ആക്ടേഴ്സിനെ പോലെ തന്നെ നമുക്കും ഓരോ സിനിമയും ഓരോ ചവിട്ടുപടികളാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വളരെ ബഡ്ജറ്റ് കുറഞ്ഞ സിനിമകളിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ഒരു കരിയറിലെ എൻ്റെ ഒരു സർവൈവലാണ്. അതെല്ലാം എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഒരു പക്ഷെ എപ്പോഴെങ്കിലും ഒരു ലൈഫിൽ ഒരു ടേണിങ് വരും. ഇനിയും ഒരു അങ്കമാലി ഡയറീസ് പോലെ വിജയിക്കുന്ന ഒരു സിനിമ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാ സിനിമ ചെയ്യുമ്പോഴും അതേ ഒരു വിഷനിൽ തന്നെയാണ് പോകുന്നത്. നമ്മൾ കിട്ടുന്ന ക്യാരക്ടർ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും അത്രത്തോളം ഭംഗിയാക്കാൻ ശ്രമിക്കാറുമുണ്ട്. പക്ഷെ ഇത് അനന്തൻകാടിനെ സംബന്ധിച്ച് എനിക്ക് പേടിയില്ല. കാര്യം ഞാൻ അതിൽ ഹാപ്പിയാണ്. കാര്യം എൻ്റെ കൂടെ അഭിനയിച്ച കോ ആക്ടേഴ്സ് ആണെങ്കിലും എൻ്റെ ഡയറക്ടർ ആണെങ്കിലും എൻ്റെ റൈറ്റർ ആണെങ്കിലും എന്നെ വളരെ ഭയങ്കരമായിട്ട് എന്നെ കെയർ ചെയ്തു. എൻ്റെ ക്യാരക്ടറിലേക്ക് എന്നെ മുരളിച്ചേട്ടൻ അത് വളരെ അതിൻ്റെ ഒരു ജേണി തന്നെ ഉണ്ടായിരുന്നു. കുറേ ടൈം എടുത്തിട്ടാണ് ഞാൻ ക്യാരക്ടറിലേക്ക് എത്തിയത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു ഓരോ സീനുകളാണെങ്കിലും. ജാക്സൺ എന്ന എൻ്റെ ക്യാരക്ടർ പേര്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റഡി നമുക്ക് കിട്ടുമ്പോൾ ആസ് എ ആക്ടർ നിലയ്ക്ക് എനിക്ക് കുറെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് കുറെ നല്ല ഡെവലപ്മെന്റ്സ് മീൻസ് എൻ്റെ പെർഫോമൻസിന് കുറച്ച് നന്നായിട്ട് ചെയ്യാൻ എനിക്ക് അതിൽ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അതുകൊണ്ട് അനന്തൻകാട് എൻ്റെ ആക്ടിങ് കരിയറിൽ എനിക്കൊരു ടേണിംഗ് പോയിന്റ് ആയി തീരണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കട്ടെ.